അപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് അറ്റോമിക് ഓർബിറ്റലുകളെ 3 ഡയമെൻഷനലി റെപ്രസെന്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത്, എങ്ങനെയാണ് ക്വാണ്ടം നമ്പേഴ്സ് ഇതിന് പൂർണ്ണമായിട്ടും ഒരു പിക്ചർ നൽകാൻ കഴിയുമെന്നുള്ളത്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോണുകൾ എങ്ങനെയാണ് ഓർബിറ്റലുകളിൽ കാണപ്പെടുന്നത്, ന്യൂക്ലിയസിന് ചുറ്റും ഈ അറ്റോമിക് ഓർബിറ്റലുകൾ കാണപ്പെടുന്നത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അറ്റോമിക് ഓർബിറ്റലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടൈസ്ഡ് ആയിട്ടുള്ള എനർജി ലെവലുകളാണ്, എനർജി സ്റ്റേറ്റുകളാണ്. അതിന്റെ ഒരു 3 ഡയമെൻഷണൽ റെപ്രസെന്റേഷൻ മാത്രമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ എനർജി ലെവലുകൾ ന്യൂക്ലിയസിന് ചുറ്റും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഹൈഡ്രജൻ ആറ്റം പോലെയുള്ള സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ് ആണെങ്കിൽ ഇവിടുത്തെ എനർജി ലെവലുകൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ എത്ര അസിമുത്തൽ ക്വാണ്ടം നമ്പേഴ്സ് വരുന്നുണ്ടോ അതെല്ലാം തന്നെ ഡീജനറേറ്റ് സ്റ്റേറ്റിലായിരിക്കും, അതായത് എനർജി ഈക്വൽ ആയ സ്റ്റേറ്റിലായിരിക്കും. അതായത് സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റത്തിൽ 1 എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ വരുന്ന അറ്റോമിക് ഓർബിറ്റലുകൾ ഏതൊക്കെയാണ്? 1s, അത് മാത്രമേ വരുന്നുള്ളൂ. രണ്ടാമത് 2s 2p, ഇത് രണ്ടും പോസിബിൾ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ 2s പോസിബിൾ ആണ്, 2p പോസിബിൾ ആണ്. ഈ 2s-നും 2p-ക്കും ഈക്വൽ ആയിട്ടുള്ള എനർജി ആയിരിക്കും. മൂന്നാമത് വരുന്ന സമയത്ത് മൂന്നാമത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3s 3p 3d, ഈ 3 അസിമുത്തൽ ക്വാണ്ടം നമ്പറും spd എന്ന് പറയുന്നത് ഇവിടെ ഈക്വൽ ആയിരിക്കും, എനർജി ഈക്വൽ ആയിരിക്കും. എന്നാൽ ഇത് ഷ്രോഡിംഗർ ഇക്വേഷനിൽ നിന്ന് നേരിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഹൈഡ്രജൻ അറ്റോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ മൾട്ടി ഇലക്ട്രോണിക് സിസ്റ്റത്തിലേക്ക് പോകുന്നതനുസരിച്ചിട്ട് അതിൽ ചില അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പറയുന്ന വേവ് ഫംഗ്ഷൻസിന്റെ ഒക്കെ സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ 3s = 3p = 3d എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിൽ രണ്ടാമതൊരു ഫാക്ടർ കൂടി അവിടെയുണ്ട്. ആദ്യത്തെ കേസിൽ, അതായത് 1 ഇലക്ട്രോൺ സിസ്റ്റത്തിൽ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ മാത്രമായിരുന്നു പ്രധാനമെങ്കിൽ ഇവിടെ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷനും അതല്ലാതെ തന്നെ ഇലക്ട്രോണും തമ്മിലുള്ള റിപ്പൾഷനും മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിൽ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പൾഷൻ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു 10 ഇലക്ട്രോൺ ഉള്ള സിസ്റ്റം ആണെങ്കിൽ ന്യൂക്ലിയസിൽ നിന്നും ഏറ്റവും ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഇലക്ട്രോണിന് ന്യൂക്ലിയസിൽ നിന്നൊരു അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ടാവും, അതേപോലെ തന്നെ ന്യൂക്ലിയസിന്റെയും ഇലക്ട്രോണിന്റെയും ഇടയിലുള്ള മറ്റ് ഇലക്ട്രോണുകളിൽ നിന്ന് ഒരു റിപ്പൾഷനും ഉണ്ടാവും. അങ്ങനെ ഈ റിപ്പൾഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ന്യൂക്ലിയസിന്റെ ചാർജിന് ഈ പറയുന്ന ഇടയിലുള്ള ഇന്റർമീഡിയറ്റ് ഇലക്ട്രോൺസ്, ഇതിനെയാണ് ഷീൽഡിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ന്യൂക്ലിയസിന്റെ മുഴുവൻ ചാർജും അറ്റത്ത് കിടക്കുന്ന ആ ഇലക്ട്രോണിനെ കിട്ടിക്കൊള്ളണമെന്നില്ല ഈ ഷീൽഡിംഗ് ഇഫക്റ്റ് കാരണം കൊണ്ട്. അങ്ങനെ ഈ ഇലക്ട്രോണിന് അനുഭവപ്പെടാൻ കഴിയുന്ന ആ ന്യൂക്ലിയർ ചാർജിനെയാണ് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്. ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇതിന്റെ അടിയിൽ കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്യുകയാണ് ഈ ഇലക്ട്രോണിനെ. അപ്പോൾ ഇവിടെയുള്ള ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജ് പൂർണ്ണമായിട്ടും ഈ ഇലക്ട്രോണിന് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതിനെ ഷീൽഡിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നു. ഈ കിട്ടുന്ന പോസിറ്റീവ് ചാർജിന് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നു. ഇവിടെയുള്ള ഈ ഇലക്ട്രോൺസിന്റെ റിപ്പൾഷൻ ഇഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് ഇഫക്റ്റ് ഈ ഇലക്ട്രോണിന് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് ഈ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞു വരുന്നു. ഇനി ഇതിന്റെ ചാർജ് വളരെ കൂടുതലാണെങ്കിൽ, ആൾദോ ഇവിടെ കുറച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടെങ്കിലൊക്കെ തന്നെ ഇതിന് കൂടുതൽ ന്യൂക്ലിയർ ചാർജ് അനുഭവപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ. അറ്റോമിക് ഓർബിറ്റലിലേക്ക് വരുന്ന സമയത്ത് എസ് ഓർബിറ്റലുകളിലെ ഇലക്ട്രോണുകൾക്ക് ഇത്തരം ഷീൽഡിംഗ് ഇഫക്റ്റ് വളരെ കൂടുതലായിരിക്കും. കാരണം ഡിഫറെന്റ് അറ്റോമിക് ഓർബിറ്റലുകൾക്ക് ഡിഫറെന്റ് ഷേപ്പ് ആയതിനാൽ ഷീൽഡിംഗ് ഇഫക്റ്റും അതിനനുസരിച്ച് മാറി വരും. ഏറ്റവും കൂടുതൽ ഷീൽഡിംഗ് ഇഫക്റ്റ് ഉള്ളത് എസ് ഓർബിറ്റലിലാണ്. കാരണം അത് സ്ഫെറിക്കൽ ഷേപ്പിലാണ്, അത് ചുറ്റും ന്യൂക്ലിയസിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ്, അത് ചുറ്റും അതിന് ഇലക്ട്രോൺസിനെ കാണാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷീൽഡിംഗ് ഇഫക്റ്റ് ഉള്ളത് പി ഓർബിറ്റലിലാണ്, അത് കഴിഞ്ഞാൽ ഡി ഓർബിറ്റൽ, അത് കഴിഞ്ഞാൽ എഫ് ഓർബിറ്റൽ. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഓർബിറ്റലുകളുടെ എനർജി എങ്ങനെയാണ് കൂടി വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ആറ്റത്തിൽ ഏറ്റവും കുറവ് എനർജി ഉള്ള ഓർബിറ്റൽ എന്ന് പറയുന്നത് 1s ഓർബിറ്റൽ ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1, അസിമുത്തൽ ക്വാണ്ടം നമ്പർ 0 ആയിട്ടുള്ള 1s ആണ്. അതിനുശേഷം 2s, അതിനുശേഷം 2p, അതിനുശേഷം 3s, അതിനുശേഷം 3p, അതിനുശേഷം വരുന്നത് നമ്മളുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ 3d ആയിരിക്കും, പക്ഷെ വരുന്നത് 4s ആണ്. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 4s അറ്റോമിക് ഓർബിറ്റലിനാണ് 3d-യേക്കാളും ഏറ്റവും കൂടുതൽ ന്യൂക്ലിയസിലേക്ക്, അതായത് എസ് ഓർബിറ്റൽ ആയതിനാൽ ഏറ്റവും ന്യൂക്ലിയസിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള കഴിവ് എന്നുള്ളതിലാണ്. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ n+l ഏതിനാണോ കുറവ്, n എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും l എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പറും ഏതിനാണോ കുറവുള്ളത്
അതായിരിക്കും ഏറ്റവും കുറവ് എനർജി ഉള്ളത്. ആ രീതിക്ക് അനുസരിച്ചാണ് ഓർബിറ്റലുകളുടെ എനർജി കൂടി വരുന്നത്. ആ ഒരു പാറ്റേൺ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, ഈ N+L റൂൾ കൃത്യമായിട്ട് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർബിറ്റലുകളുടെ എനർജി കൂടി വരുന്നത് എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഓർബിറ്റലുകൾ എന്താണെന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണുകളെ നമുക്കതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയേ വേണ്ടുള്ളൂ. ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ ആദ്യത്തേത് ഓഫ് ബോ പ്രിൻസിപ്പിൾ ആണ്. ഓഫ് ബോ പ്രിൻസിപ്പിൾ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഏറ്റവും കുറവ് എനർജിയുള്ള ഓർബിറ്റൽ ആദ്യം ഫിൽ ചെയ്യപ്പെടും. അതായത് 1s ആണോ 2s ആണോ ആദ്യമായിട്ട് ഫിൽ ചെയ്യുക? 1s ആയിരിക്കും. ഇനി 4s ആണോ 3d ആണോ ആദ്യമായിട്ട് ഫിൽ ചെയ്യുക? ഇവിടെ ഏറ്റവും കുറവ് എനർജി ഉള്ളത് 4s ഓർബിറ്റലിനാണ് അല്ലെ. അപ്പൊ 4s ആയിരിക്കും ആദ്യം ഫിൽ ചെയ്യപ്പെടുക, അതിനുശേഷം 3dയിലേക്ക്. അതായത് എനർജി കുറവുള്ള ഓർബിറ്റലുകൾ ആദ്യം ഫില്ല് ചെയ്തു പോകും. ഇവിടെ ഇലക്ട്രോണുകൾ ഫിൽ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒന്നുകിൽ 1s1 1s2 അല്ലെങ്കിൽ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഒരു ബോക്സ് ഇട്ടുകൊണ്ട് അതിൽ ആരോ ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഫിൽ ചെയ്ത് പോകാം. ആദ്യത്തേത് ഹൈഡ്രജൻ. വഴി ആ കാണുന്ന ബോക്സ് ടൈപ്പിൽ തന്നെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഹൈഡ്രജനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ആണ് ഹൈഡ്രജനിലുള്ളത്. അപ്പൊ ഹൈഡ്രജനിൽ 1s1 ബോക്സിൽ 1 ഇലക്ട്രോൺ മാത്രം. ഇനി രണ്ടാമത്തെ ആറ്റത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ആറ്റം എന്ന് പറയുന്നത് ഹീലിയം ആയിട്ട് നമുക്ക് എടുക്കാം. അതിൽ 2 ഇലക്ട്രോണുകളാണുള്ളത് അല്ലെ. അപ്പൊ ഹീലിയത്തിന് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ സിമ്പിളായിട്ട് എഴുതിയാൽ 1s2. പക്ഷെ അത് ബോക്സിൽ എഴുതുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ബോക്സിൽ ആദ്യം കാണുന്നത് പോലെ 2 ഇലക്ട്രോണുകളെ നമുക്ക് ആരോ മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് എഴുതാം. അതായത് അപ്പ് ആയിട്ട് എഴുതാം. 2 അപ്പ് ആരോസ് ഉപയോഗിച്ചുകൊണ്ട് എഴുതാം. പക്ഷേ ഇങ്ങനെ ഇലക്ട്രോൺസുകൾ നിൽക്കില്ല എന്നുള്ളതാണ് സത്യം. നേരത്തെ പറഞ്ഞല്ലോ ഇലക്ട്രോണിക് സ്പിൻ എന്ന് പറയുന്നത് അത് അപ്പ് ആയിട്ടും ഡൗൺ ആയിട്ടും എഴുതാം എന്നുള്ളത്. അതായത് അതിന്റെ റൊട്ടേഷൻ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ആണെന്നുള്ളത്. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണുകൾ ഒരിക്കലും ക്ലോക്ക് വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടോ നിൽക്കില്ല. 1 ഇലക്ട്രോൺ ആന്റി ക്ലോക്ക് വൈസും 1 ഇലക്ട്രോൺ ക്ലോക്ക് വൈസും ആയിരിക്കും അതിന്റെ സ്പിൻ എന്ന് പറയുന്നത്. അതിന് ഡിഫറെന്റ് ഓറിയന്റേഷനിലായിരിക്കും, ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കും ഉണ്ടാവുക ഈ പറയുന്ന ഒരു ഓർബിറ്റലിലെ 2 ഇലക്ട്രോണുകൾക്ക്. അപ്പോൾ ഏത് രീതിയിലാണ് എഴുതേണ്ടത്? ഒരു ആരോ മുകളിലേക്കും ഒരു ആരോ താഴത്തേക്കും. ഇതാണ് അതിന്റെ കറക്റ്റ് റെപ്രസെന്റേഷൻ. ഇനിയുള്ള എല്ലാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്തും ഹയർ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനേക്ക് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ആലോചിക്കുക, ഒരു ഓർബിറ്റലിൽ 2 സെയിം ഓറിയന്റേഷൻ പോസിബിൾ അല്ല, മറിച്ച് ഡിഫറെന്റ് ഓറിയന്റേഷനുള്ള ഓപ്പോസിറ്റ് ഓറിയന്റേഷനുള്ള 2 ആരോസ് വെച്ചിട്ട് വേണം. ഇത്രയും അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ ഓർബിറ്റലിൽ ആ ഇലക്ട്രോണുകൾ രണ്ട് ഓറിയന്റേഷനിലേക്കാണ് സ്പിന്ന് ചെയ്യുന്നത്. ഒരിക്കലും ഒരേ ഓറിയന്റേഷനിലേക്ക് സ്പിന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എനർജറ്റിക്കലി ഫേവറബിൾ അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ. 2 ഓറിയന്റേഷനിലേക്ക് സ്പിന്ന് ചെയ്യുന്നതാണ് അതിന് എനർജറ്റിക്കലി ഫേവറബിൾ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി നമ്മൾ മറ്റ് ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കൂ. ബോറോൺ 1s2 2s2 2p1. അവിടെ 1 എന്നുള്ളതാണ്. അവിടെ 3 p ഓർബിറ്റൽ ഉണ്ട്. നേരത്തെ പറയുന്ന പോലെ p ഓർബിറ്റലുകൾക്ക് 3 ഓറിയന്റേഷൻ പോസിബിൾ ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഈ 3 ഓർബിറ്റലുകളും ഡീജനറേറ്റ് സ്റ്റേറ്റിലായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ എനർജി സ്റ്റേറ്റിലായിരിക്കും. അതുകൊണ്ട് ഈ ഇലക്ട്രോൺ എവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത്? ഈ ഇലക്ട്രോണുകൾ എവിടെ വേണമെങ്കിലും ഫില്ല് ചെയ്യാം എന്നുള്ളതാണ്. pxലോ pyലോ pzലോ അല്ലെങ്കിൽ 3 ഓർബിറ്റലുകളിൽ ഏത് ഓർബിറ്റലിൽ വേണമെങ്കിലും ഈ പറയുന്ന അവസാനത്തെ ഇലക്ട്രോണിന് ഫിൽ ചെയ്യാൻ കഴിയും. ഇനി കാർബണിലേക്ക് പോവുകയാണെങ്കിൽ p ഓർബിറ്റലിൽ 2 ഇലക്ട്രോണുകളാണുള്ളത്. അവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഈ പറയുന്ന 2 ഇലക്ട്രോണുകളും ഓരോ ഓർബിറ്റലുകൾ 2 ഓർബിറ്റലുകളായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത് 2 ഇലക്ട്രോണുകൾക്കും ഒരേ ഓർബിറ്റലിൽ കാണിച്ചിരിക്കുന്നു. അത് ഓപ്പോസിറ്റ് സ്പിൻ ആയാലും സെയിം സ്പിൻ ആയാലും ഒരേ ഓർബിറ്റലിൽ കാണിച്ചിരിക്കുന്നു. ഈ രണ്ടാമത്തെ കാര്യം ഒരിക്കലും പോസിബിൾ ആവുകയില്ല. അതായത് ഒരു സെറ്റ് ഓഫ് ഡീജനറേറ്റ് ഓർബിറ്റലിൽ എല്ലാ ഓർബിറ്റലുകളും ഫിൽ ചെയ്തതിനു ശേഷം മാത്രമേ ഫിൽ ചെയ്യപ്പെട്ട ഒരു ഓർബിറ്റലിലേക്ക് വീണ്ടും ഇലക്ട്രോണുകൾ പോവുകയുള്ളൂ. അതായത് 3 ഓർബിറ്റലുകൾ ഉണ്ടെങ്കിൽ p ഓർബിറ്റൽ ഉണ്ടെങ്കിൽ 3 ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോണുകൾ വീതം ആദ്യം ഫിൽ ചെയ്യണം. എന്നിട്ട് മാത്രമേ 4മതൊരു ഇലക്ട്രോൺ മാത്രമേ, ഇനി വേറെ പോസിബിലിറ്റി ഒന്നും ഇല്ലല്ലോ, അവിടെ ആകെ 6 ഇലക്ട്രോൺ ഫിൽ ചെയ്യാനും കഴിയും. 4മത്തെ ഇലക്ട്രോൺ മാത്രമേ ഈ p ഓർബിറ്റലിൽ ഏതെങ്കിലും ഒരു ഓർബിറ്റലിലേക്ക് പോവുകയുള്ളൂ. അല്ലാതെ ഈ 3 എണ്ണത്തിൽ 2 ഒന്നിലും 1 ഒന്നിലുമായിട്ട് അങ്ങനെയൊന്നും കാണാനുള്ള സാധ്യത ഉണ്ടാവുകയില്ല.
എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളത് ലോജിക്കലായിട്ട് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അതായത് ഈ ഓർബിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് അപ്പം നമ്മുടെ മനസ്സിൽ വരണം അതൊരു 3 ഡയമെൻഷണൽ സ്പേസ് ആണ് അത്. അപ്പൊ 3 ഡയമെൻഷണൽ സ്പേസിലെ ഡിഫറെന്റ് ഓറിയന്റേഷൻ ആണ് ഈ പറയുന്ന 3 p ഓർബിറ്റലും 5 d ഓർബിറ്റലും എല്ലാം തന്നെ. അപ്പോൾ അതിലൊക്കെ തന്നെ മാക്സിമം ഓരോ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇലക്ട്രോണുകളെ മാക്സിമം ഡിഫറെന്റ് ഓറിയന്റേഷനിൽ പ്ലേസ് ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അല്ലാതെ 2 ഇലക്ട്രോണും കൂടി ഒരേ ഓറിയന്റേഷനിൽ തന്നെ പോയിരുന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടും. അപ്പോൾ റിപ്പൾഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി മിനിമം എനർജിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറയുന്ന പ്രോസസ്സിലൂടെ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. ഏറ്റവും കുറവ് എനർജിയിലേക്കാണ് നമ്മൾ ഈ ഇലക്ട്രോൺ ഫില്ലിങ്ങിനെ ആത്യന്തികമായിട്ട് കൊണ്ടുപോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അവസാനമായിട്ട് പറയാനുള്ളത്, ചില കേസുകളിൽ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ p ഓർബിറ്റൽ അവസാനം വരുന്നത് പോലെ 3 ഇലക്ട്രോണുകൾ വരുന്നു വിചാരിക്കാം. ഹാഫ് ഫിൽഡ് എന്നാണ് പറയുക. ഒരേ അപ്പ് ആരോയിൽ 3 ഇലക്ട്രോണുകൾ. അതല്ലെങ്കിൽ p ഓർബിറ്റലിൽ മാക്സിമം പോസിബിൾ ആയത് 6 ഇലക്ട്രോൺ ആണല്ലോ, അല്ലെങ്കിൽ 6 ഇലക്ട്രോണുകൾ ഫിൽ ചെയ്തു. അല്ലെങ്കിൽ d ഓർബിറ്റലിൽ എല്ലാ ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോണുകൾ വീതം ഫിൽ ചെയ്തു. അല്ലെങ്കിൽ ഓരോ ഓർബിറ്റലിലും മാക്സിമം പോസിബിൾ ആയി 2 ഇലക്ട്രോണുകൾ വീതം ഫിൽ ചെയ്തു. ഇങ്ങനെ അതിനെ ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ് എന്നും ഫുൾ ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ് എന്നുമാണ് പറയുക. ഈ പറയുന്ന 3 ഇലക്ട്രോണുകളും ഹാഫ് ഫിൽഡ് ആയിട്ടോ ഫുൾ ഫിൽഡ് ആയിട്ടോ ന്യൂക്ലിയസിന് ചുറ്റും ഈ ഓർബിറ്റലുകൾ കാണപ്പെടുന്നുണ്ട് എങ്കിൽ അതിന്റെ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഈ എനർജി റിപ്പൽഷനും മറ്റുമൊക്കെ കുറച്ചുകൊണ്ട് മാക്സിമം കുറവ് എനർജി നൽകുന്നു. കുറവ് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റെബിലിറ്റി നൽകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് എനർജിയാണ്. അതായത് എക്സ്ചേഞ്ച് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മൾ p ഓർബിറ്റൽ എടുത്തു എന്ന് വിചാരിക്കുക. അതിൽ 1 ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കാം. അതിന്റെ 1 ഇലക്ട്രോണുകൾ ഒരു ഓർബിറ്റലിൽ ഫില്ല് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി 2 ഓർബിറ്റലുകളും വേക്കന്റ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോണിനെ മറ്റ് വേക്കന്റ് ആയ ഓർബിറ്റലുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. കാരണം അത് സിമെട്രിക് ആയിട്ടുള്ള ഒരു ഓർബിറ്റൽ അല്ലല്ലോ. ഒന്ന് വേക്കന്റും ഒന്ന് ഫിൽ ചെയ്യപ്പെട്ടതുമാണ്. 2 ആണെങ്കിൽ ഈ പറയുന്ന 1 വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം. 3 ആണെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇങ്ങനെ ഇലക്ട്രോണുകൾ ഓർബിറ്റലുകളിൽ നിന്ന് ഓർബിറ്റലുകളിലേക്ക്, അതായത് സിമിലർ ആയിട്ടുള്ള കണ്ടീഷനുള്ള ഓർബിറ്റലിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു എനർജി റിലീസ് ചെയ്യും. ഇതിനെ എക്സ്ചേഞ്ച് എനർജി എന്നാണ് പറയുന്നത്. തൽക്കാലത്തേക്ക് ബേസിക് ആയിട്ട് ഇത്രയും അറിഞ്ഞാൽ മതി. ഇത്തരം എക്സ്ചേഞ്ച് എനർജി ഏറ്റവും കൂടുതൽ പോസിബിൾ ആയിട്ടുള്ളത് വളരെ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷനുള്ള ഇത്തരം ഹാഫ് ഫിൽ അല്ലെങ്കിൽ ഫുൾ ഫിൽഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസിലായിരിക്കും. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഹാഫ് ഫിൽഡും അതുപോലെ തന്നെ ഫുൾ ഫിൽഡ് അറ്റോമിക് ഓർബിറ്റലുകൾ കൂടുതൽ സ്റ്റേബിൾ ആകാനുള്ള സാധ്യതയുള്ളത്. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ എത്ര ഹയർ ക്ലാസ്സുകളിലേക്ക് പോവുകയാണെങ്കിലും എല്ലാം തന്നെ പലപ്പോഴും സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതേണ്ടി വരുന്ന ഉത്തരം എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിന്റെ എനർജി കുറയ്ക്കുവാനുള്ള ശ്രമമാണ് ഈ കണ്ടതെല്ലാം എന്നുള്ളതാണ്. അപ്പൊ അത് എന്തൊക്കെയാണ് ആ ശ്രമങ്ങൾ എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പൂർണ്ണമായിട്ടും പഠിച്ചു വന്നത് ആറ്റം മോഡൽസ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ അവസാനമായിട്ട് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലും ആ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ വഴി എങ്ങനെയാണ് ഇലക്ട്രോണുകളെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എനർജിക്ക് അനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇനി അടുത്ത ചാപ്റ്ററിൽ നമ്മൾ കാണാൻ പോകുന്നത്, ഇപ്പോൾ ഇതൊക്കെ പഠിച്ചു, ആറ്റംസും എലിമെന്റ്സും ഒക്കെ പഠിച്ചു, ഈ എലിമെന്റ്സിനേക്ക് നമ്മൾ എങ്ങനെയാണ് കൃത്യമായിട്ടും ഒരു ക്ലാസിഫിക്കേഷൻ നടത്തി അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എന്നുള്ള കാര്യമാണ്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ കുറച്ച് വലുതാണ്, കുറച്ച് തോട്ട് പ്രോസസ്സും കാര്യങ്ങളും ആവശ്യമുള്ള ചാപ്റ്ററാണ്. മറ്റേത് കുറച്ചുകൂടി ടെക്നിക്കൽ ആയിട്ടുള്ള ചാപ്റ്ററാണ്, പെട്ടെന്ന് കഴിയാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം.